Hello good people, this is Shankar from Music Production Hub. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സ്റ്റോറേജ് ഡിവൈസുകളെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ ഇന്ന് രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഡിവൈസുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് മെക്കാനിക്കലായിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസും രണ്ട് സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസും. സോ ഈ രണ്ട് സ്റ്റോറേജ് ഡിവൈസുകൾ ഇന്നത്തെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഡിവൈസുകൾ ഈ ബിൽഡിൽ യൂസ് ചെയ്യുന്നതെന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിസ്കുകളാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് സിഗേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവാണ്. മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക്കാണുള്ളത്. ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു നീഡിലും അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിസ്ക്കും ബാക്കി ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ ഡാറ്റ ഇതിൻ്റെ അകത്തോട്ട് ആക്ച്വലി ഒരു സിഡിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിലോ ഒക്കെ റൈറ്റ് ചെയ്യുന്ന പോലെ ഇത് ആക്ച്വലി മാഗ്നറ്റിക് ആണ്, ഇതിൻ്റെ അകത്ത് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ഹൈ സ്പീഡ് ഡിവൈസ് അല്ല, പക്ഷേ മോഡറേറ്റ് ആയിട്ടുള്ള ഒരുവിധം പെർഫോമൻസ് നൽകുന്ന ഒരു ഹാർഡ് ഡിസ്ക്കാണ് ഈ സിഗേറ്റിൻ്റെ ബാരക്കോഡ എന്ന് പറയുന്നത്. 7200 റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ മൂവിങ് സ്പീഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പീഡാണത്. പക്ഷേ മെക്കാനിക്കൽ ഹാർഡ് ഡിസ്കുകളുടെ ഒരു ഇമ്പോർട്ടൻസ് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ഥാനത്തേക്ക് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഡ്രൈവുകളെ കുറിച്ചിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് സിഗേറ്റിൻ്റെ ബാരക്കോഡ 7200 RPM ഉള്ള 2 TB ഡ്രൈവ്. മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കാര്യം ഇതിൻ്റെ അകത്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ആണുള്ളത്. പ്രത്യേകിച്ചും ഇതിൻ്റെ നീഡിലും പ്ലേറ്റും ഒക്കെ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് തറയിൽ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടേബിളിൽ വെക്കുന്ന സമയത്തും ഇത് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത്രത്തോളം നമുക്കിതിൽ ഡാമേജ് കുറയ്ക്കാൻ സാധിക്കും. ജസ്റ്റ് ഈ ഒരു ഹൈറ്റിൽ നിന്ന് ഹാർഡ് ഡിസ്ക് ഡ്രോപ്പ് ചെയ്താൽ പോലും നമുക്ക് കംപ്ലയിൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് നമുക്ക് മറ്റുള്ള കമ്പോണൻസിനെ നോക്കുമ്പോൾ അത്രത്തോളം പ്രൈസ് ഉള്ളതല്ല എങ്കിലും നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡാറ്റ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന മ്യൂസിക്, നമ്മുടെ പ്രോജക്റ്റുകളൊക്കെ തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്കുകൾ എപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സോ നമ്മൾ ഈ മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യാനുള്ള കാര്യം, നമ്മുടെ ബിൽഡിൻ്റെ അകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണം. രണ്ട്, നമ്മുടെ പ്രൊജക്ട് ഫയലുകളും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് ലൈബ്രറീസും കളക്ഷൻസും ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണം. സോ ഈ രണ്ട് പർപ്പസിനും കൂടിയിട്ട് ഞാനതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സോ നമ്മൾ നമ്മുടെ സൗണ്ട് ലൈബ്രറി, കളക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിഗേറ്റിൻ്റെ മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവാണ് ചൂസ് ചെയ്തത്. നമുക്കിത് പ്രൈസ് ബാർ പെർഫോമൻസ് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിവൈസാണ്. കാര്യം 2000 GB സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല അത്രത്തോളം എമൗണ്ട് ഇതിന് വരുന്നില്ല. നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകളും മെക്കാനിക്കൽ ഹാർഡ് ഡിസ്കുകളും നോക്കിക്കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിന് അതിൻ്റെ സ്പേസിനനുസരിച്ച് പ്രൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ മെക്കാനിക്കൽ ഹാർഡ് ഡ്രൈവുകൾക്ക് പ്രൈസ് വളരെ കുറവാണ്. ഇപ്പോൾ ഈ 2 TB ഡ്രൈവിന് അറൗണ്ട് 4500 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ളൊരു പ്രൈസിൽ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിസ്ക് നമ്മുടെ സൗണ്ട് ലൈബ്രറികളും അതർ സൗണ്ട് എഫക്ട്സും അതുപോലെ തന്നെ റെക്കോർഡിംഗ് പ്രോജക്ട്സ് ഒക്കെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രൈവായിട്ട് നമ്മുടെ ബിൽഡിലേക്ക് ഇത് ചൂസ് ചെയ്തത്. സോ ഇതിൽ വരുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ സാറ്റയാണ്. സാറ്റ പവറും ഉണ്ട്, സാറ്റയുടെ ഡാറ്റ കണക്ഷനും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സിഗേറ്റിന് ഈ ഡ്രൈവ് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിലേക്ക് പോകാം. ഇത് ജിഗാബൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ്. എന്തിനാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ ഉപയോഗിക്കുന്നത്? ആക്ച്വലി ഇതിൻ്റെ അകത്ത് മെക്കാനിക്കലായിട്ടുള്ള ഒരു പാർട്സും ഇല്ല. ഓക്കെ, മെക്കാനിക്കലായിട്ടുള്ള പാർട്സ് ഒഴിവാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെക്കാനിക്കലായിട്ടുണ്ടാകുന്ന എറേഴ്സ് മാക്സിമം ഒഴിവാക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് ആയിട്ടുള്ള ഡിസ്ക്കാണ് വരുന്നത്. അതിനകത്തൊരു നീഡിൽ വെച്ചാണ് ഡാറ്റ റൈറ്റ് ചെയ്യപ്പെടുന്നത്. സോ ആ സമയത്ത് ഹാർഡ് ഡിസ്കിനുണ്ടാകുന്ന ഷോക്ക്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിനുണ്ടാകുന്ന മറ്റ് പരിക്കുകൾ കാരണം ഡാറ്റ നഷ്ടപ്പെടുക, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട് ഡാറ്റ നഷ്ടപ്പെടുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഹാർഡ് ഡിസ്കിനെ ബാധിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള പ്രോബ്ലംസിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യുക. അത് മാത്രമല്ല, നമുക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു സ്റ്റോറേജ് മീഡിയം. ഇന്നത്തെ കാലത്ത് ഈ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകളുടെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ കപ്പാസിറ്റി നോക്കുമ്പോൾ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരുപാട് ഹെവി പ്രൈസായിരുന്നു. ഇനിയും ഒരുപാട് പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവും ഈ ഡ്രൈവിൽ. ഇത് 240 GB ഒരു ഡ്രൈവാണ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ്. ഇതിൻ്റെ അകത്ത് തിരിയുന്ന പാർട്സ് ഒന്നുമില്ല. 3D NAND ഫ്ലാഷ് എന്ന് പറഞ്ഞ ടെക്നോളജി വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. 3D NAND ചിപ്പുകളാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഒരു പ്രോഡക്റ്റ് ഇൻഫർമേഷൻ്റെ കാർഡുണ്ട്. ഓക്കെ, മേ ബി ഇതിനകത്ത് ട്രാൻസ്ഫർ റൈറ്റ്സ് ഒക്കെ പറഞ്ഞു കാണും. ഇതാണ് ജിഗാബൈറ്റിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഇത് 240 GB ആണ്. മെക്കാനിക്കൽ ഡ്രൈവുകളെ കമ്പയർ ചെയ്യുമ്പോൾ സ്പേസ് കുറവായിരിക്കും, പക്ഷേ വളരെ ഫാസ്റ്റായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ നൽകുന്നത്. നമുക്ക് ഈ ഒരു ഡ്രൈവിൻ്റെ ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നോക്കാം. ഇത് മാക്സിമം സീക്വൻഷ്യൽ റീഡ് സ്പീഡ് 500 MB/s ആണ്. അതുപോലെ തന്നെ റൈറ്റ് സ്പീഡ് 420 MB/s. സോ നമ്മുടെ സാധാരണ നോർമൽ ഹാർഡ് ഡിസ്കുകൾ അപേക്ഷിച്ചിട്ട് വളരെ നല്ലൊരു ട്രാൻസ്ഫർ റേറ്റാണ്
ഈ ഒരു ഡിവൈസ് നൽകുന്നത്. ജിഗാബൈറ്റ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് സാറ്റയിൽ തന്നെയാണ് വരുന്നത്. സാറ്റ ഡാറ്റയുണ്ട്, സാറ്റ പവറുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് PC എക്സ്പ്രസ് ബേസ്ഡ് M.2 സ്റ്റോറേജുകളുണ്ട്. സെയിം 3D NAND ഫ്ലാഷ് ഡ്രൈവ് തന്നെ മറ്റൊരു കണക്ഷൻ ഓപ്ഷനിൽ, അതായത് PC എക്സ്പ്രസ് സ്റ്റോറേജിൽ വരുന്നുണ്ട്. അത് ഇതിനേക്കാളും 10 മടങ്ങ് ഫാസ്റ്റാണ്. അറൗണ്ട് 2000 Mbps ഒക്കെ ട്രാൻസ്ഫർ റേറ്റ്, മീൻസ് 4000 ഒക്കെ വരുന്നുണ്ട്. 2000 to 4000 5000 ഒക്കെ പോകുന്ന ഡ്രൈവുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ ബിൽഡ് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ബിൽഡാണ്. ഇതിൽ നമ്മൾ M.2 ബേസ്ഡ് PC എക്സ്പ്രസ് ഡ്രൈവ് ചൂസ് ചെയ്യാത്തതിൻ്റെ കാര്യം, പ്രൈസൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ് സാറ്റ ഡ്രൈവായിട്ട് വരുന്നത്. എന്നാലും നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം, രണ്ട് നമുക്ക് ബാക്കപ്സ് ചെയ്യാൻ, നമ്മൾ ഈ ഡ്രൈവ്സ് തന്നെ മൾട്ടിപ്പിൾ ബാക്കപ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിൻ്റെ അകത്ത് നമ്മൾ മോർ ദാൻ 3 to 4 അല്ലെങ്കിൽ 5 ഹാർഡ് ഡിസ്കോളം നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അത്തരം ബിൽഡിനകത്ത് നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന മദർ ബോർഡിൽ മാക്സിമം പോയാൽ 1-2 M.2 ഡ്രൈവ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ എന്തായാലും നമ്മൾ ഈ ഒരു ബിൽഡിനകത്ത് നമ്മൾ M.2 ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ടുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബിൽഡിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഹൈ എൻഡ് ബോർഡും അതിനകത്ത് നമ്മൾ M.2 ഡ്രൈവും യൂസ് ചെയ്യും. ഈ ബിൽഡിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഡ്രൈവാണ്. നമ്മളുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ആപ്ലിക്കേഷന് വളരെ നല്ല റിസൾട്ടാണ് ഇത്തരം ഡ്രൈവുകൾ നൽകുന്നത്. നമുക്ക് ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ M.2 ഡ്രൈവേഴ്സ് ആണെങ്കിൽ നമ്മൾ മദർ ബോർഡ്സിൻ്റെ അകത്ത് അതിന് സ്ലോട്ടുണ്ട്, അതിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ സോ നമുക്ക് ഇടയ്ക്ക് അത് റിമൂവ് ചെയ്യാനായിട്ടും വീണ്ടും കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാനൊക്കെയുള്ള സൗകര്യം M.2 ഡ്രൈവ്സിന് കുറവാണ്. സോ ഈ നോർമൽ സാറ്റ ബേസ്ഡ് SSD ഡ്രൈവ്സ് ആണെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ അഴിച്ചു മാറ്റുകയും അതുപോലെ തന്നെ പുതിയ ഡ്രൈവ്സ് കണക്ട് ചെയ്യും, ഇത് ബാക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത് ജിഗാബൈറ്റിൻ്റെ 240 GB ഒരു SSD ആണ് വരുന്നത്. 3 year ആണ് ജിഗാബൈറ്റ് ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ചില ഡ്രൈവുകൾ 5 year വാറണ്ടിയും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ബിൽഡിൽ ഉപയോഗിക്കുന്നത് Clevv Neo എന്ന് പറഞ്ഞ മറ്റൊരു ബ്രാൻഡാണ്. 240 GB 6 GB per ട്രാൻസ്ഫർ റേറ്റ് ഉള്ളതാണ്. ഇതിൻ്റെ ആക്ച്വൽ ട്രാൻസ്ഫർ വരുന്നത് ഇതിൽ എഴുതിയിട്ടില്ല, പക്ഷേ ഇവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് Clevv Neo400 ആണ്. 400 Mbps ആണ് ഇതിൻ്റെ ട്രാൻസ്ഫർ റേറ്റ് വരുന്നത്. നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതും സിമിലർ ടു ജിഗാബൈറ്റിൻ്റെ തന്നെ പാക്കേജിംഗ് ആണ്. നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കേസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 240 GB. അത്യാവശ്യം നല്ലൊരു ഫിനിഷാണ് ക്ലവിൻ്റെ ഡ്രൈവിന് അവർ കൊടുത്തിരിക്കുന്നത്. ജിഗാബൈറ്റിനെ അപേക്ഷിച്ചിട്ട് ഒരു പ്ലെയിൻ ഫിനിഷല്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫിനിഷാണ്. നമുക്ക് ബിൽഡിൽ ഡ്രൈവ് പുറത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ളൊരു ഫിനിഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സാറ്റ പവറും ഉണ്ട്, സാറ്റ ഡാറ്റയുണ്ട്. സോ അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ജിഗാബൈറ്റിൻ്റെ ഡ്രൈവ് കുറച്ചുകൂടി ലൈറ്ററാണ്, പക്ഷേ ക്ലവിൻ്റെ ഡ്രൈവ് എനിക്ക് കുറച്ചുകൂടി വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും 3 year വാറണ്ടി തന്നെയാണ് ഡ്രൈവിന് വരുന്നത്. 3 year വാറണ്ടി ഡ്രൈവിന് കൊടുക്കുന്നുണ്ട്. കൂടെ ഇതിനകത്ത് അക്രോണിസിൻ്റെ ബാക്കപ്പ് സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ നോർമൽ ഹാർഡ് ഡിസ്കുകൾ അതിൽ വിൻഡോസ് ഓൾറെഡി ഇരിപ്പുണ്ട്. നമുക്കപ്പോൾ അതിനെ ഒരു SSDയിലേക്ക് നമുക്ക് ക്ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്ലോണിങ്ങിന് വേണ്ടിയിട്ട്, ക്ലോണിങ് മീൻസ് നമുക്ക് റീഇൻസ്റ്റാളേഷനൊക്കെ ഒഴിവാക്കാം. നമുക്ക് ആ ഡ്രൈവ് അതേപോലെ തന്നെ മറ്റൊരു ഡ്രൈവിലേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബാക്കപ്പ് ചെയ്യാൻ പറ്റും വിത്ത് ബൂട്ട്. സോ നമുക്ക് അക്രോണിസിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലവിൻ്റെ ഡ്രൈവ്സ് അവരിത് അക്രോണിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ അജൈൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഡ്രൈവാണ്. ഇതൊരു തായ്ലൻഡ് ബേസ്ഡ് കമ്പനിയാണ്. അജൈലിൻ്റെ 480 GB SSD ആണ് നമ്മൾ ഈ ഒരു ബിൽഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഈ ബിൽഡിൽ നമ്മൾ 2 240 ഒരു 480 GB SSDയും ഒരു 2 TB ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ ഡാറ്റ റേറ്റ് വരുന്നത് 550 Mbps റീഡും 450 Mbps റൈറ്റുമാണ് വരുന്നത്. ഇതൊക്കെ കുറച്ചുകൂടി പുതിയ ബ്രാൻഡുകളാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരുകളല്ല, പുതിയ ബ്രാൻഡുകളാണ്. പക്ഷേ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് നൽകുന്ന ബ്രാൻഡുകളാണ്. ഒരുപാട് ബ്രാൻഡുകൾ ഈ 3D NAND ഫ്ലാഷ് ഡ്രൈവുകൾ വെച്ചിട്ട് SSDസും അതുപോലെ തന്നെ M.2 ഡ്രൈവ്സും ഇറക്കുന്നുണ്ട്. ഇത് നമുക്ക് 3 year വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മോശമില്ലാത്ത വാറണ്ടി എല്ലാ കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനിഷിംഗ് ആണ്. ഒരു ഗെയിമിംഗ് സ്റ്റൈൽ ലോഗോയൊക്കെ ഉണ്ട് അജൈൽ എന്ന് പറഞ്ഞിട്ട് 480 GB SSD. സോ ഇതിലും വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറ്റ പവറും സാറ്റ ഡാറ്റയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റോറേജ് ഡിവൈസുകളുടെ കാര്യമാണ് നോക്കിയത്. നമ്മളിതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോറേജ് ഡിവൈസുകളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബിൽഡ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.